നോക്ക്. എന്തൊരു ഇൻട്രോ ആയിരുന്നു. അത് കൊള്ളാലോ. അടിപൊളി. എനിക്കൊരു പിടിയില്ല. അതാരാ? എനിക്കും ഒരു ചായയൊക്കെ തോന്നുന്നുണ്ട് ഒരാളുടെ. എനിക്ക് കിട്ടി, പക്ഷെ എനിക്ക് ചായ കണ്ടിട്ടല്ല ഞാൻ തിരിച്ചറിഞ്ഞത്. ഞാൻ അങ്ങോട്ട് നോക്കി, വീട്ടുകാരെ നോക്കി, ഇതാരാന്നറിയാൻ എനിക്ക് മനസ്സിലായത്. ഇപ്പോഴാണ് മനസ്സിലായോ മൈഥിലി കുഞ്ഞേ? എന്താണ്? യു ലുക്ക് സോ ഒറിജിനൽ. ചാർലി ചാപ്ലിൻ പോലെ തന്നെ ഉണ്ട്. ഉണ്ട്. അത് മാത്രല്ല ആ എൻട്രി എന്ന് പറഞ്ഞാ കിടക്കി. അതെ. അപ്പൊ ഏതാണ് പാട്ട്? കേളടി നിന്നിങ്ങ. ഡീറ്റെയിൽസ് പറയട്ടെ. സിനിമ ഡോക്ടർ, വർഷം 1963, എഴുതിയത് പി ഭാസ്കരൻ മാസ്റ്റർ, പിന്നെ സംഗീതം ജി ദേവരാജൻ മാസ്റ്റർ, പാടിയത് മെഹബൂബ് സാറും കോട്ടയം ശാന്തർ മാമു. ചിരി ചിരി റൗണ്ട് അല്ലേ? യെസ്. അടിച്ചു പൊളിക്കൂ. ഓക്കേ. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് നൂറിന്റെ നോട്ട് കൊണ്ടാറാട്ട്, കണ്ണാടെ നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണെന്റെ നീരാട്ട്, കണ്ണീരിലാണെന്റെ നീരാട്ട്. അയ്യേ. മൈഥിലിക്കുട്ടി ഓൾ ദി ബെസ്റ്റ് മോളെ, നന്നായി പാടണേ. ഓക്കേ. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് നൂറിന്റെ നോട്ട് കൊണ്ടാറാട്ട്, കണ്ണാണ് നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണെന്റെ നീരാട്ട്. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് നൂറിന്റെ നോട്ട് കൊണ്ടാറാട്ട്, കണ്ണാണ് നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണെന്റെ നീരാട്ട്, കണ്ണീരിലാണെന്റെ നീരാട്ട്. അയ്യേ. അപ്പനും അമ്മയ്ക്കും 1000 വീതം, അച്ചായന്മാർക്കൊക്കെ 500 വീതം, അയലത്തുകാർക്കൊക്കെ 50 വീതം, അച്ചാരം നൽകിയിട്ട് കല്യാണം. അപ്പനും അമ്മയ്ക്കും 1000 വീതം, അച്ചായന്മാർക്കൊക്കെ 500 വീതം, അയലത്തുകാർക്കൊക്കെ 50 വീതം, അച്ചാരം നൽകിയിട്ട് കല്യാണം. നടക്കും നടക്കും. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് നൂറിന്റെ നോട്ട് കൊണ്ടാറാട്ട്, കണ്ണാണ് നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണെന്റെ നീരാട്ട്, കണ്ണീരിലാണെന്റെ നീരാട്ട്. ആസാമിൽ ഞാൻ പോയതാരിക്ക് വേണ്ടി, കാശങ്ങ് വാരിയതാരിക്ക് വേണ്ടി, പട്ടിക്ക് നൽകിയ സമ്പാദ്യമൊക്കെ ചിട്ടിയിൽ കൊണ്ടിട്ടതാരിക്ക് വേണ്ടി. ആസാമിൽ ഞാൻ പോയതാരിക്ക് വേണ്ടി, കാശങ്ങ് വാരിയതാരിക്ക് വേണ്ടി, പട്ടിക്ക് നൽകിയ സമ്പാദ്യമൊക്കെ ചിട്ടിയിൽ കൊണ്ടിട്ടതാരിക്ക് വേണ്ടി. പോണം മിസ്റ്റർ. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് നൂറിന്റെ നോട്ട് കൊണ്ടാറാട്ട്, കണ്ണാണ് നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണെന്റെ നീരാട്ട്, കണ്ണീരിലാണെന്റെ നീരാട്ട്. നിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പിന്നില് തിക്കി തിരക്കി നടക്കേണ്ട. നിക്കണ്ട നോക്കണ്ട, താൻ എന്റെ പിന്നില് തിക്കി തിരക്കി നടക്കേണ്ട. കൽക്കണ്ടം പൂശിയ കിന്നര വാക്കുമായി കൈക്കു
പോളി. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന താരം, മുറിന്റെ നോട്ട് കൊണ്ടാറാട്ട്. കണ്ണാടി നീ എന്നെ കെട്ടിയില്ലെങ്കിൽ കണ്ണീരിലോണെന്റെ നീരോട്ട്, കണ്ണീരിലോണെന്റെ നീരോട്ട്. കലക്കി. സൂപ്പർ ആയിരുന്നു കേട്ടോ. വേറെ ലെവൽ. ഞാനൊരു സീക്രട്ട് പറയട്ടെ. ആ, ആർക്കൊക്കെ ഇതറിയാം എന്ന് എനിക്കറിഞ്ഞൂടാ. ഉം. ഈ മീശ വെച്ചതുകൊണ്ട് കരഞ്ഞ ആളാണ് ഇത്. ഓ അയ്യോടാ. ഹലോ, ഹലോ. ഇപ്പൊ മീശ വെച്ചോണ്ടല്ലേ ഇത്രയും നന്നായിട്ട് പാടാൻ പറ്റിയത്. ഈ മീശ ഇല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് പാടാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ഈ മീശ തന്നെയാന്ന് തോന്നുന്നു ഇന്നത്തെ കാരണം ഇത്ര നന്നായി പാടാൻ. അതെ, മൈഥിലെ ചിരിപ്പിക്കാൻ വേണ്ടി അനിയത്തി വരെ ഈ മീശ വരച്ചു. കണ്ടോ? അതെ. ഇത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള അതെ, അനിയത്തി വേറെ എവിടെ കിട്ടും? വേറൊരാള് ദേ നിൽക്കുന്നു. അത് സ്റ്റേജിൽ വന്നു സ്റ്റാൻഡിങ് ഓവേഷൻ കണ്ടോ. അതാണ് ഗംഭീരം. അടിപൊളി. താങ്ക് യു. ഓ, ആ ക്യാരക്ടർ തന്നെ അല്ലേ. ശരിക്കും നമ്മുടെ ചാർലി ചാപ്ലിന്റെ പോലെ തന്നെ ഉണ്ടായിരുന്നു. മാത്രല്ല അതിലത്തെ ഓരോ നടപ്പും നൃത്തവും. അതെ, ആ സ്റ്റൈലും. പിന്നെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചില മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ അത് വളരെ കൈയടക്കത്തോടെ തന്നെ ചെയ്തിട്ടുണ്ട്. ആ പാട്ടിനെ അത്രയും ഒട്ടും ഓവറായിട്ടുമില്ല, പാകത്തിന് 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 Yes, yes. പാട്ടിനെ അത്രയും മനസ്സിലാക്കിയിട്ടാണ് ഫുൾ ചെയ്തിരിക്കുന്നത്. അത് സൂപ്പറായിരുന്നു. അയ്യോ അന്നോ. തൊപ്പി. ആ തൊപ്പിയൂരി ഇപ്പൊ ഈ ഹെയർ സ്റ്റൈൽ കാണാൻ കൊള്ളാട്ടോ. നോക്കട്ടെ, നല്ല രസമുണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞേ. ബാക്കിലൊരു വലിയ നോക്കിയേ, ഇത് നോക്കിയേ. ഇതെന്താ ഹാർട്ടോ. അങ്ങനെ അതും വെച്ച് കൊള്ളാട്ടാ, ആ ഹെയർ സ്റ്റൈൽ കൊള്ളാം. ആയിട്ടുണ്ട്. ഈ വലത്തെ കണ്ണ് എന്താ നിറഞ്ഞിരിക്കണേ? നേരത്തെ കരഞ്ഞതിന്റെ ബാക്കിയാണോ? ആണോ? എനിക്ക് ഞാൻ കൊറേ നേരമായി കരഞ്ഞു കഴിഞ്ഞിട്ട്. ആണോ? പക്ഷെ ഇപ്പോഴും ആ കണ്ണീര് പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ അതിങ്ങനെ ഓ അത് സൂപ്പർ നല്ല സൂപ്പർ. രസമുണ്ട് കേട്ടോ. ഓരോ പ്രാവശ്യവും അത് പറയുമ്പോ ഞാൻ ഇങ്ങനെ എന്താ ഇത്? പിന്നെ കണ്ണീര് കൊണ്ടൊരു അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതെ അതെ അതെ. ആ നോട്ടിലുള്ള ചേഞ്ച് ഉണ്ടല്ലോ അവിടെ. 100-ന്റെ നോട്ട് കൊണ്ട് ആറാട്ട് പറയുമ്പോഴൊരു അത് കണ്ണീര് എങ്ങനെയാണെന്ന് കണ്ണീരിലോണെന്റെ നീരോട്ട്. അതിന്റെ മേലെ പാടിയില്ലേ, അതിലും ഇടയ്ക്ക് ചില വൈബ്രേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ആസാമിൽ ഞാൻ പോയതാർക്ക് വേണ്ടി, ആശങ്ക് വാരിയതാർക്ക് വേണ്ടി. അതാണ് സൂപ്പർ സൂപ്പർ. വൈബ്രാറ്റോ ഉണ്ടല്ലോ, അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. അത് മാത്രമല്ല ആ ഹെഡ് വോയിസിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് ആ. അതെനിക്കൂടെ നാച്ചുറലി വന്നതാണോ ആരെയും പറഞ്ഞു തന്നതാണോ? അല്ല, naturally നാച്ചുറലി വന്നതാണ്. വെരി ഗുഡ്, വെരി നൈസ്, വെരി നൈസ്. പിന്നെ കോറസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അതെ. അവിടെ ഈ ആരെക്കുട്ടി വാടാ സ്റ്റേജിലോട്ട് വാ. വായോ വാ. നിക്കണ്ട നോക്കണ്ട താനെന്റെ പിന്നിൽ സ്റ്റാർ സൂപ്പർ. വെൽക്കം 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 ബാക്ക്. കമോൺ. അപ്പൊ നമുക്ക് സമ്മാനം കൊടുക്കണ്ടേ? വേണം. വേണം. ചെറിയ സമ്മാനമാണോ? വലിയ സമ്മാനം. വലിയ സമ്മാനം. It is going to be 100 on 100 for മൈഥിലി കുഞ്ഞ് today. താങ്ക് യു. എനിക്ക് വേണം ഒരു വലിയ മധുരമഴ. അതേ മീശ വെച്ച ഒരാളും കൂടെ വരുന്നുണ്ട്. കണ്ടോ? ചേച്ചി കരഞ്ഞപ്പോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരാളും മീശ കൂടെ മീശ വരച്ചു. വരച്ച് ആ വെച്ചിട്ടുണ്ട്. മീശ നോക്കട്ടെ. ദേ, അതെ. ഇത് നമ്മുടെ സത്യമാഷൊക്കെ വെക്കണ പോലത്തെ മീശ. നീ ഹരി, നീ എപ്പോ തൊട്ടാ നന്നായത്? ഏത് സീസൺ തൊട്ട് നീ ഇങ്ങനെ ആയത്? വാരിക്കോ വാരിക്കോ. ഇത്രയും പക്വത എവിടെ അതെ അതെ ഇത് എവിടെ നിന്ന്? ഇല്ല വാരിക്കോ. ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ കുഞ്ഞാവക്ക് എന്തൊരു ക്ഷമയാന്ന് കണ്ടോ? ചേച്ചിയോടുള്ള സ്നേഹം കണ്ടോ? അവക്ക് മിണ്ടാതിരുന്ന് പാട്ട് മുഴുവൻ കേട്ട് ഇവിടെ വന്ന് സ്റ്റാൻഡിങ് ഒവേഷൻ ഒക്കെ തന്ന്. മിഠായി വേണമെന്ന് മിഠായി വേണമെന്ന് താഴ്ത്തു നോക്കിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞോ, കാണിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? മൈക്ക് വേണം. തിന്നു അമ്മയ്ക്ക്. പറഞ്ഞോ. നമുക്ക് മുട്ടായി വേണം അതിനാ. മീനുകൂടാ, എന്തോ അപ്പൊ ആരാണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ? എന്താ സംശയം? നമ്മുടെ മൈഥിലി കുട്ടിയാണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ. മൈഥിലി കുട്ടിക്ക് വിലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. പല്ല് തേക്കണം. അതെ, പല്ല് തേക്കണം. പല്ല് നന്നായി തേക്കണം. ബ്രഷ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ബെഡ്. അപ്പൊ ഇത്ര സന്തോഷത്തിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ ബൈ ബൈ സീ